വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. ആദ്യം ശബരിമല പൗരത്വ നിയമ ഭേദഗതി സമരങ്ങളിലെ കേസുകൾ സർക്കാർ പിൻവലിക്കും. നിർണായക തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. റദ്ദാക്കുന്നത് ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ. നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ പെറ്റി കേസുകൾ ഒഴിവാക്കുമെന്ന് ദേവസ്വം മന്ത്രി. വൈകി വന്ന വിവേകമെന്ന് പ്രതിപക്ഷ നേതാവ്. ശബരിമല CA കേസുകളെ ഒരുപോലെ പരിഗണിച്ചത് പ്രതിഷേധാർഹമെന്ന് BJP. സ്വാഗതം ചെയ്ത് NSS. 400ഓളം പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 135 തസ്തികകൾ പോലീസിൽ സൃഷ്ടിക്കും. ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ജോലി നൽകും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച് മെഡൽ ജേതാക്കൾ. റാങ്ക് പട്ടികയിലുള്ള എല്ലാവർക്കും ജോലി നൽകാൻ ഒരു സർക്കാരിനും കഴിയില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കാലിക്കറ്റ് സർവകലാശാല നിയമനത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. നടപടി സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഹർജിയിൽ. അടുത്ത മാസം 4-ന് നിലപാട് അറിയിക്കാൻ നിർദ്ദേശം. UGC മാർഗനിർദ്ദേശങ്ങളും സംവരണ ചട്ടങ്ങളും അട്ടിമറിച്ച് സർവകലാശാലയിൽ നിയമനം നടത്തുന്നുവെന്നായിരുന്നു പരാതി. ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദങ്ങൾക്കിടെ മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ച് രാഹുൽ ഗാന്ധി. പ്രകടന പത്രികയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞ് രമേശ് ചെന്നിത്തല. കൊള്ള മുതൽ വീതം വെക്കുന്നതിലാണ് LDF UDF തർക്കമെന്ന് BJP. EMCCയുമായുള്ള കരാറിലെ ചട്ടലംഘനങ്ങൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാർ. നടപടിയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. EMCCയുമായി സംസ്ഥാന സർക്കാർ ഒപ്പിട്ട കരാറിലെ ചട്ടലംഘനങ്ങൾ പരിശോധിക്കുന്നു. കേന്ദ്ര നിയമങ്ങളുടെ ചട്ടങ്ങളുടെ ലംഘനമുണ്ടായോ എന്നും പരിശോധിക്കും. മലപ്പുറത്ത് 14-കാരിയെ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട യുവാവും സുഹൃത്തും. പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കിയെന്ന് ശിശുക്ഷേമ സമിതി ചെയർമാൻ. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കും. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 28 പൈസയും ഡീസലിന് 25 പൈസയും കൂട്ടി. തിരുവനന്തപുരത്ത് പെട്രോൾ വില 93 രൂപ കടന്നു. ഡീസൽ വില 90-നടുത്ത്. വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് മാർച്ച് 2-ന് സംയുക്ത മോട്ടോർ വാഹന പണിമുടക്ക്. മാന്നാറിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജിതം. അന്വേഷണത്തിനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. പോലീസ് EDക്ക് വിവരങ്ങൾ കൈമാറി. വിശദമായി മൊഴിയെടുക്കാൻ കസ്റ്റംസും. കേരള കർണാടക അതിർത്തിയിലെ യാത്രാ നിയന്ത്രണത്തിനെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഇന്ന് പരിഗണിക്കും. അതിർത്തി കടക്കാൻ ഇന്നും ഇളവ് നൽകുമെന്ന് കർണാടക. അന്തർ സംസ്ഥാന യാത്രകൾ വിലക്കില്ല. കേരള കർണാടക അതിർത്തിയായ കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴയിൽ വാഹനങ്ങൾ തടഞ്ഞ് നാട്ടുകാർ. കർണാടകയ്ക്ക് പുറമെ ഡൽഹിയിലും നിയന്ത്രണം. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലെത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. നിയന്ത്രണം ഈ മാസം 26 മുതൽ മാർച്ച് 15 വരെ. UAE കോൺസുലേറ്റ് മുൻ ഗൺമാനെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സ്കൂട്ടറിൽ നിന്ന് ലഭിച്ച കത്തിൽ വിവരങ്ങൾ പുറത്ത്. ആത്മഹത്യ ചെയ്യില്ലെന്നും യാത്ര പോവുകയാണെന്നും ജയഘോഷ്. പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ലഫ്റ്റനന്റ് ഗവർണറുടെ ശുപാർശയിലാണ് നടപടി. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട കോൺഗ്രസ് DMK സഖ്യ സർക്കാർ രാജിവെച്ചിരുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തിപ്പിലെ ക്രമക്കേടിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി. ഒരാഴ്ചക്കകം നിലപാട് അറിയിക്കാൻ നിർദ്ദേശം. KCLA സാമ്പത്തിക ഇടപാടുകളിലടക്കം ക്രമക്കേടുണ്ടെന്നാരോപിച്ച് കോടതിയെ സമീപിച്ചത് മുൻ രഞ്ജി താരങ്ങളായ OK രാംദാസും PT ഗോഡിനുമടക്കമുള്ളവർ. നടിയെ ആക്രമിച്ച കേസിൽ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറെ കൂടി നിയമിച്ച സർക്കാർ. അഡ്വക്കേറ്റ് KB സുനിൽകുമാർ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറാകും. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി VN അനിൽകുമാറിനെ നേരത്തെ നിയമിച്ചിരുന്നു. കണ്ണൂരിൽ വൈദികനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചയാൾക്ക് പള്ളിപ്പുറയിൽ മർദ്ദനം. കുന്നോത്ത് സെന്റ് തോമസ് പള്ളിപ്പുറയിൽ വെച്ച് കണ്ണൂർ വാണിയപ്പാറ സ്വദേശി ജിൻസിനെ ആക്രമിച്ചത് 100ഓളം പേർ. മർദ്ദിച്ചവരെ അഭിനന്ദിച്ച് വാട്സാപ്പിൽ വൈദികൻ അയച്ച സന്ദേശവും പുറത്ത്. സെമിത്തേരി ആക്ടിനെതിരായ ഓർത്തഡോക്സ് സഭയുടെ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലത്തിനായി സാവകാശം തേടി സർക്കാർ. 1 മാസം സമയം അനുവദിച്ച് ഹൈക്കോടതി. ഹർജി അടുത്ത മാസം 29-ന് വീണ്ടും പരിഗണിക്കും. കേരള ബാറ്റ്. കേരളത്തിൽ LDF BJP ഒത്തുകളിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ വിമർശിച്ച് CPIM. കേരളത്തിലെ ജനങ്ങളെ രാഹുൽ പരിഹസിക്കുകയാണെന്ന് A. വിജയരാഘവൻ. കേരള സർക്കാരിനെ വിമർശിക്കുന്നത് പൂർണ്ണമായും പരാജയപ്പെട്ട നേതാവെന്നും CPIM ആക്ടിംഗ് സെക്രട്ടറി. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും രാഷ്ട്രീയം താരതമ്യം ചെയ്ത് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ BJP കേന്ദ്ര നേതൃത്വം. തെക്കെന്നും വടക്കെന്നും വേർതിരിച്ച് രാജ്യത്തെ വിഭജിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമമെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ.
മൂവാറ്റുപുഴയിൽ മത്സരിക്കാൻ ഉറച്ച് KPCC വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ. സീറ്റ് ചർച്ചകൾക്കിടയിലും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കഴിഞ്ഞ തവണ അമിത ആത്മവിശ്വാസം തിരിച്ചടിയായിരുന്നു. ഇത്തവണ മൂവാറ്റുപുഴയിൽ വിജയം ഉറപ്പാണെന്നും ജോസഫ് വാഴക്കൻ 24 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് തടയാൻ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടി സ്വീകരിക്കും. അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെ നിയോഗിക്കും. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയാൽ രാഷ്ട്രീയ പാർട്ടികളോട് വിശദീകരണം തേടുമെന്നും ടിക്കാറാം മീണ. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. നിർണായക വിധി ഹൈക്കോടതിയുടേത്. വിധി പ്രസ്താവിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ദേശീയ വാർത്തകൾ. കർഷകർ അതിർത്തികളിൽ നിന്ന് ഒഴിയണമെന്ന് നിർദ്ദേശിച്ച് പോസ്റ്ററുകൾ പതിപ്പിച്ച് ഡൽഹി പോലീസ്. പോലീസിന്റെ നിർദ്ദേശം തള്ളി കർഷക സംഘടനകൾ. പാർലമെന്റ് വളയുമെന്ന് കേന്ദ്ര സർക്കാരിന് കർഷക സംഘടനകളുടെ മുന്നറിയിപ്പ്. രാജ്യത്ത് 13,742 പേർക്ക് കൂടി കോവിഡ്. 14,037 പേർക്ക് കൂടി രോഗമുക്തി. 24 മണിക്കൂറിനിടെ 104 മരണം. മുംബൈയിൽ മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് ഇന്നലെ മാത്രം പിഴയായി ഈടാക്കിയത് 29 ലക്ഷം രൂപ. 2020 മാർച്ച് മുതൽ 15 ലക്ഷം പേരിൽ നിന്ന് 30.5 കോടിയോളം രൂപ പിഴയായി ഈടാക്കിയെന്ന് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. മഹാരാഷ്ട്രയിലെ ജൽന ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. മാർച്ച് 31 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോച്ചിംഗ് സെന്ററുകളും മാർക്കറ്റുകളും അടച്ചിടും. പച്ചക്കറി, പത്രം, പാൽ വിതരണക്കാർക്ക് കൃത്യമായ ഇടവേളകളിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തണമെന്ന് നിർദ്ദേശം. രാജസ്ഥാനിൽ അടുത്ത വർഷം മുതൽ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കും. സംസ്ഥാന ബജറ്റ് അവതരണ വേളയിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് നിയമസഭയിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. ജയലളിതയുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ഇനിയുള്ള ജീവിത ലക്ഷ്യമെന്ന് VK ശശികല. തെരഞ്ഞെടുപ്പിൽ AIADMKയും AMMKയും ഒന്നിച്ചു നിൽക്കണം. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് VK ശശികല. ടൂൾ കിറ്റ് കേസിൽ ശാന്തനുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വാദം തുടരും. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത് ഡൽഹി പോലീസ്. ദേശവിരുദ്ധ പ്രചാരണം നടത്തിയെന്ന പോലീസ് വാദം തെറ്റാണെന്ന് ശാന്തനു. രാജ്യത്ത് ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. വ്യക്തിവിവരങ്ങളുടെ സുരക്ഷ, സ്വകാര്യത, സൈബർ ഇടങ്ങളിലെ മാന്യത എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തും. മഹാരാഷ്ട്രയിൽ DGPക്ക് സമൻസ് അയച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. നടപടി ഭോപ്പാൽ MP സ്വാതി പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പരാതിയിൽ. കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായെന്ന് കാണിച്ചാണ് പരാതി. ചട്ടലംഘനത്തിന് മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുഡാനോട് വിശദീകരണം തേടി ആന്ധ്രാപ്രദേശ് സർക്കാർ. ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് MD സ്ഥാനത്തിരിക്കെ ചട്ടവിരുദ്ധമായ അവധിയെടുത്ത് വിദേശത്ത് പോയതിലാണ് വിശദീകരണം തേടിയത്. ദേശീയ പശുശാസ്ത്ര പരീക്ഷയെ തള്ളി കേന്ദ്ര ആരോഗ്യ പരിപാലന മന്ത്രാലയം. പരീക്ഷ നടത്താൻ നിശ്ചയിച്ചിരുന്നത് മന്ത്രാലയത്തിന്റെ ഭാഗമുള്ള രാഷ്ട്രീയ കാമധേനു ആയോഗിന്റെ ആഭിമുഖ്യത്തിൽ. പരീക്ഷയുടെ സിലബസിനെതിരെ വ്യാപക ആക്ഷേപം ഉയർന്നിരുന്നു. പാൽഘർ ആൾക്കൂട്ട കൊലപാതക കേസിൽ പോലീസ് സമർപ്പിച്ച രണ്ടാമത്തെ കുറ്റപത്രം ഹാജരാക്കാൻ മഹാരാഷ്ട്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ മൊട്ടേറ മൈതാനത്തിന്റെ പേരുമാറ്റി. നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ് പുതിയ പേര്. 1,10,000 പേർക്ക് കളി കാണാൻ സൗകര്യമുള്ള സ്റ്റേഡിയമാണ് മൊട്ടേറയിലേത്. നവീകരിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയം രാജ്യത്തിന് സമർപ്പിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. 11 പുതിയ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ച് ഉത്തര റെയിൽവേ. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സർവീസുകൾ. ഉത്തർപ്രദേശിലെ മധുരയിൽ ഓയിൽ ടാങ്കറും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 7. യമുന എക്സ്പ്രസ് വേയിൽ അപകടമുണ്ടായത് ഇന്നലെ രാത്രി. ഇന്നലെ ആത്മഹത്യ ചെയ്ത ദാദ്ര MP മോഹൻ ദൽക്കറുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. 15 പേജുകളുടെ കുറിപ്പ് എഴുതിയത് ഔദ്യോഗിക ലെറ്റർപാഡിൽ. കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി മുംബൈ പോലീസ്. പഞ്ചാബിൽ സ്കൂളുകളിൽ കോവിഡ് വ്യാപനം രൂക്ഷം. 13 അധ്യാപകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അണുനശീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും 2 ദിവസത്തേക്ക് അടച്ചു. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. 4 ഭീകരരെ സൈന്യം വധിച്ചുവെന്ന് റിപ്പോർട്ട്. പ്രദേശത്ത് തെരച്ചിൽ ശക്തമാക്കി. കർണാടകയിലെ ബംഗളൂരുവിൽ മാരകായുധങ്ങളുമായി 11 പേർ അറസ്റ്റിൽ. പരിശോധന നടത്തിയത് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ. ഇവർ സഞ്ചരിച്ച കാറും പിടികൂടി. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് വാക്സിൻ ഉൽപാദനം വരും ആഴ്ചകളിൽ വർദ്ധിപ്പിക്കുമെന്ന് വാക്സിൻ നിർമ്മാതാക്കൾ അമേരിക്കൻ കോൺഗ്രസിൽ. ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനികളാണ് വിശദീകരണം നൽകിയത്. ജൂലൈ മാസത്തോടെ അമേരിക്കയിലെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും വാക്സിൻ നിർമ്മാതാക്കൾ. ഇക്വഡോറിലെ ജയിലിലുണ്ടായ സംഘർഷത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. തടവുകാർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു.
ജയിലുകളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചതായി സർക്കാർ. ഘാനയിൽ ഐക്യരാഷ്ട്രസഭയുടെ കോവിഡ് വാക്സിൻ പദ്ധതിയായ കോവാക്സ് തുടങ്ങി. ദരിദ്ര രാജ്യങ്ങൾക്കുള്ള സൗജന്യ വാക്സിൻ പദ്ധതിയാണ് കോവാക്സ്. ഈ വർഷം അവസാനത്തോടെ പദ്ധതി വഴി 200 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്യുമെന്ന് ഐക്യരാഷ്ട്രസഭ. വിദേശ വ്യാപാരം ശക്തമാക്കാൻ നയങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് ചൈന. ഉൽപാദനവും വിതരണവും സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും ചൈനീസ് വാണിജ്യ മന്ത്രാലയം. കോവിഡ് പശ്ചാത്തലത്തിൽ ചൈനയുടെ വിദേശ വ്യാപാരത്തിൽ ഇടിവ് നേരിട്ടിരുന്നു. കാർബൺ മലിനീകരണം ഇല്ലാതാക്കാനായി കാനഡയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ബൈഡൻ വെർച്വൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാൻ കൂടുതൽ കരാറുകൾക്കും ധാരണ. മ്യാൻമറിൽ സൈനിക അട്ടിമറിയെ തുടർന്ന് ബാങ്കിംഗ് മേഖലയിൽ പ്രതിസന്ധി. രാജ്യത്ത് പണം പിൻവലിക്കുന്നതിന് പുതിയ പരിധി ഏർപ്പെടുത്തി. സൈനിക അട്ടിമറിയെ തുടർന്ന് രാജ്യത്ത് പണക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ടുകൾ. ജപ്പാനിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം. തീരുമാനം രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞതിനെ തുടർന്ന്. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുമെന്ന് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി. മലേഷ്യയിൽ കോവിഡ് വാക്സിനേഷൻ തുടങ്ങി. ആദ്യ ഡോസ് സ്വീകരിച്ച് പ്രധാനമന്ത്രി മുഹൈദ്ദീൻ യാസിൻ. മലേഷ്യ അനുമതി നൽകിയിരിക്കുന്നത് ഫൈസർ ബയോ എൻടെക് കോവിഡ് വാക്സിൻ. ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം ലഭിക്കുന്നതിനായി അന്താരാഷ്ട്ര ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ജോലി സാധ്യത 5 ഇരട്ടിയായി വർദ്ധിച്ചതായും UN ലേബർ ഓർഗനൈസേഷൻ. US മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രഥമ വനിതയുമായിരുന്ന ഹിലരി ക്ലിന്റനും ലൂയിസ് പെന്നിയും ചേർന്നെഴുതിയ നോവൽ ഒക്ടോബർ 12 പ്രസിദ്ധീകരിക്കും. സ്റ്റേറ്റ് ഓഫ് ടെറർ എന്ന് പേരിട്ടിരിക്കുന്ന നോവൽ പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിലുള്ളതാണ്. ഭാരം കുറഞ്ഞ യന്ത്രത്തോക്ക് വികസിപ്പിക്കാൻ UAE. രാജ്യാന്തര പ്രതിരോധ നാവിക പ്രദർശനത്തോടനുബന്ധിച്ച് ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു. പദ്ധതി ആഗോള വിപണന ലക്ഷ്യം വെച്ച്. മൂന്നാമത് ഇന്റർനാഷണൽ ഫോർമുല ഇ മത്സരങ്ങൾ ഈ മാസം 26, 27 തീയതികളിൽ റിയാദിൽ. LED സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ട്രാക്ക് ലൈറ്റിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് മത്സരം. സൗദി കായിക മന്ത്രാലയം മത്സരം സംഘടിപ്പിക്കുന്നത് സൗദി ഓട്ടോമൊബൈൽ മോട്ടോർ സൈക്കിൾ ഫെഡറേഷനുമായി സഹകരിച്ച്. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രാ നടപടികളിൽ ഇളവുകളുള്ള ഗ്രീൻ രാജ്യങ്ങളുടെ എണ്ണം 12-ൽ നിന്ന് 10 കുറച്ച് അബുദാബി. അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പട്ടിക പരിഷ്കരിക്കുക 2 ആഴ്ചയിലൊരിക്കൽ. ഇന്ത്യ ഉൾപ്പെടെയുള്ള റെഡ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് IC അനുമതിയും 96 മണിക്കൂറിനകം എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധം. സൗദി പൗരന്മാർക്കും ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും വർഷത്തിൽ 2 തവണ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാമെന്ന് സൗദി കസ്റ്റംസ്. ഗൾഫ് പൗരന്മാരല്ലാത്ത വിദേശികൾക്ക് 3 വർഷത്തിലൊരിക്കൽ ഇറക്കുമതി ചെയ്യാമെന്നും അധികൃതർ. മസ്കറ്റിലെ വാദി കബീർ മേഖലയിലെ തീപിടുത്തത്തിൽ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് അന്വേഷണം നടത്തും. മൊത്തം വ്യവസായശാലകളിലെയും സാഹചര്യങ്ങൾ വിലയിരുത്തും. കഴിഞ്ഞയാഴ്ച ഉണ്ടായ തീപിടുത്തത്തിലുണ്ടായത് 20 ലക്ഷം റിയാലിന്റെ നഷ്ടം. കുവൈറ്റിൽ ബസ്സുകളിൽ 30% ആളുകൾക്ക് മാത്രം അനുമതി. നിയന്ത്രണം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. സ്വകാര്യ കമ്പനികളിൽ 50%, സർക്കാർ ഓഫീസുകളിൽ 30% ജീവനക്കാരെയും മാത്രം പ്രവേശിപ്പിക്കും. കരസമുദ്ര അതിർത്തികളിലെ നിയന്ത്രണം മാർച്ച് 20 വരെ തുടരും. കായിക വാർത്തകൾ. ഗോൾഫ് ഇതിഹാസം ടൈഗർ വുഡ്സിന് കാർ അപകടത്തിൽ ഗുരുതര പരിക്ക്. താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വുഡ്സ് വാഹനാപകടത്തിൽപ്പെടുന്നത് ഇത് 3-ാം തവണ. മൊട്ടേറ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 2 വിക്കറ്റ് നഷ്ടം. റണ്ണൊന്നും പിടിക്കാതെ ടോം സിബ്ലിയും ജോണി ബെയർസ്റ്റോയും പുറത്ത്. ഇഷാൻ ശർമ്മയ്ക്കും അക്സർ പട്ടേലിനും ഓരോ വിക്കറ്റ് വീതം. ജസ്പ്രീത് ബുംറയും വാക്ഷൻ സുന്ദറും ഇന്ത്യൻ ടീമിൽ. ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ ഇന്ന് റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി ടീമുകൾ കളത്തിൽ. റയൽ മാഡ്രിഡ് അൽ അന്നയെ നേരിടുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളി ജർമ്മൻ ക്ലബായ ഗ്ലാഡ്ബാച്ച് FC ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളിന്. ജയത്തോടെ 19 മത്സരങ്ങളിൽ 30 പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. ISL ഇന്ന് ഒഡീഷ FC മുംബൈ സിറ്റി FC പോരാട്ടം. മത്സരം രാത്രി 7:30 ഗോവ GMC സ്റ്റേഡിയത്തിൽ. ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്ക് ബയൺ മ്യൂണിക്കിനും ജയം. ചെൽസി അത്ലറ്റിക്കോ മാഡ്രിഡിനെയും ബയൺ മ്യൂണിക് ലാസിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം പാലോട് സ്കൂട്ടറിൽ സഞ്ചരിച്ച വനിതയെ തടഞ്ഞു നിർത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അറസ്റ്റായത് പെരിങ്ങമല സ്വദേശി രതീഷ് കുമാർ. മാല പൊട്ടി താഴെ വീണിനെ തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ്. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങുകൾ. ക്ഷേത്ര ദർശനം നടക്കുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ക്ഷേത്രം ഭാരവാഹികൾ.
തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകളുടെ ചോർച്ച പരിഹരിക്കുന്ന ജോലികൾ വൈകുന്നു. ജലവിഭവ വകുപ്പ് കരാറെടുത്ത ഏജൻസിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. ഷട്ടറുകളുടെ നവീകരണ ജോലികൾക്ക് ശുപാർശ നൽകിയത് ജലവിഭവ വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം. ആലപ്പുഴ മുഹമ്മ പഞ്ചായത്തിൽ തരിശുരഹിത പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷിബു. 50 സെന്റ് പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത് വെണ്ട, മുളക്, വെള്ളരി, പയർ തുടങ്ങിയ പച്ചക്കറികൾ. പത്തനംതിട്ട ജില്ലാതല തൊഴിൽ മേള നടന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള 11 കമ്പനികൾ പങ്കെടുത്തു. 120 ട്രെയിനുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും 276 പേർക്ക് ജോലി ഓഫർ നൽകുകയും ചെയ്തു. ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കർ. പണിമുടക്കുമായി പത്തനംതിട്ടയിൽ പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് യൂണിയനുകളുടെയും അസോസിയേഷനുകളുടെയും സംയുക്ത സഖ്യം. വേതന വർധന നടപ്പാക്കുക, ദേശീയ പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. പരോളിൽ ഇറങ്ങി മുങ്ങിയ പ്രതി കൊല്ലത്ത് പോലീസ് പിടിയിൽ. അറസ്റ്റായത് കോട്ടയം പൊൻകുന്നം സ്വദേശി രാജേഷ്. കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ കൊല്ലം സ്വദേശിയായ യുവതിയെ വിവാഹം കഴിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. ഇടുക്കി വെള്ളിയാമറ്റത്ത് 6 വയസ്സുള്ള കുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തിൽ മാതാവും കാമുകനും പിടിയിൽ. കാഞ്ഞാർ പോലീസ് പിടികൂടിയത് കൂവക്കണ്ടം സ്വദേശി ജിതനെ. ഇടുക്കി ജില്ലയിൽ ഒരു വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 141 പോക്സോ കേസുകൾ. കുട്ടികൾ ഉൾപ്പെടുന്ന സൈബർ കേസുകളുടെ എണ്ണത്തിലും വർധന. നടപടി ശക്തമാക്കാനൊരുങ്ങി പോലീസ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തകർന്ന 2-ാം മൈൽ ഭാഗത്ത് അപകടം തുടർക്കഥയാകുന്നു. ആനച്ചാലിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് 2-ാം മൈൽ റോഡിലേക്ക് പതിച്ചു. അപകടങ്ങൾ വർദ്ധിക്കുന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പാതയുടെ വിസ്താരം നഷ്ടമായതോടെയെന്ന് പരാതി. റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം കൂത്താട്ടുകുളം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. കോവിഡ് കാലത്തും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന യോഗത്തിൽ ആവശ്യം. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് MBA ഡയറക്ടർ ഷാജു ജേക്കബ്. ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കം. ആനയോട്ടത്തിൽ ഗോപികൃഷ്ണൻ ജേതാവ്. ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത് 3 ആനകളെ പങ്കെടുപ്പിക്കാൻ. ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കർശന കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച്. തൃശൂരിൽ കലാഭവൻ മണിയുടെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച മണിനാഥം ജില്ലാതല ഓൺലൈൻ നാടൻപാട്ട് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. യുവാക്ലബ് ചേറൂർ വിജയികൾ. മത്സരം സംഘടിപ്പിച്ചത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ. തൃശൂർ ചാലക്കുടിയിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തുറക്കാൻ നടപടിയായില്ല. നിർമ്മാണം പൂർത്തിയാക്കിയത് 43 ലക്ഷം രൂപ ചെലവഴിച്ച്. വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ കേന്ദ്രം നിർമ്മിച്ചത് 2016. പാലക്കാട് ശിങ്കപ്പാറ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ തുറന്നു. ഉദ്ഘാടനം നിർവഹിച്ച് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. വനം വകുപ്പ് ജീവനക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ഈ മാസം 26 മുതൽ പ്രവർത്തനം തുടങ്ങും. ജീവനക്കാർ നാളെ മുതൽ ചാർജ് എടുക്കും. ഫയർ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുഹമ്മദ് മുഖ്സീൻ MLA. പാലക്കാട് മരുത റോഡിൽ സ്കൂട്ടറും ടെമ്പോ വാനും കൂട്ടിയിടിച്ച് അധ്യാപിക മരിച്ചു. കായംകുളം സ്വദേശി ശ്രീവിദ്യയാണ് മരിച്ചത്. സ്കൂളിലേക്ക് പോകുമ്പോൾ എതിരെ വന്ന ടെമ്പോയുമായി സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർക്ക് എയർപോർട്ടിൽ പരിശോധന നടത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രവാസികൾ. നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവരെ വീണ്ടും പരിശോധന നടത്തുന്നതും പരിശോധനാ ചെലവ് പ്രവാസികളിൽ നിന്ന് ഈടാക്കുന്നതും പ്രവാസികളെ ദ്രോഹിക്കുന്ന നടപടിയെന്ന് ആക്ഷേപം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത താനൂർ ഹാർബറിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. നിർമ്മാണത്തിനിടെ ബീമുകൾക്ക് മുട്ടു നൽകിയ കമ്പികൾ മാറ്റുന്നതിനു വേണ്ടിയാണ് ഹാർബർ താൽക്കാലികമായി അടച്ചത്. ജോലികൾ പൂർത്തീകരിക്കാതെയാണ് ഹാർബർ ഉദ്ഘാടനം ചെയ്തതെന്ന് UDF. കാലിഡോസ്കോപ്പ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ് മലപ്പുറം സ്വദേശിക്ക്. പുരസ്കാരം തിരൂർ TIC ഹയർ സെക്കൻഡറി സ്കൂൾ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി VS ഐഷ അലീനയ്ക്ക്. ശുദ്ധജല ലഭ്യതയെക്കുറിച്ചുള്ള പഠനാന്വേഷണം എന്ന വിഷയത്തിലെ പ്രോജക്ടിനാണ് പുരസ്കാരം. ദേശീയപാത തിരൂരങ്ങാടി കക്കാട് റോഡിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 3 ലോറികൾ തലക്കീഴായി മറിഞ്ഞായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് കുറ്റ്യാടി ചുരത്തിൽ ഗതാഗത കുരുക്ക്. ലോറി അപകടത്തിൽപ്പെടുകയും KSRTC സ്കാനിയ ബസ് ചുരംവളവിൽ കുടുങ്ങുകയും ചെയ്തതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത്. താമരശ്ശേരി ചുരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് എല്ലാ വലിയ വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത്. വയനാട് ജില്ലയിലെ പൂതാടി പഞ്ചായത്തിൽ റെയിൽ ഫെൻസിംഗ് ഉദ്ഘാടനം ഇന്ന്. ഫെൻസിംഗ് സ്ഥാപിച്ചത് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും. വയനാട് ജില്ലയിലെ നിലാവ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി. തെരുവ് വിളക്കുകൾ LED-യിലേക്ക് മാറ്റുന്നതാണ് പദ്ധതി. വിളക്കുകൾ LED-യിലേക്ക് മാറുന്നതോടെ പഞ്ചായത്തുകളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടയം തെക്കേ കോവിലകം പൈതൃക സ്മാരകമാക്കുന്നു. നവീകരണം നടത്തുന്നത് 3,44 ലക്ഷം രൂപ ചെലവിൽ. നവീകരണ പ്രവർത്തികൾ തലശ്ശേരി പഴശ്ശി സർക്യൂട്ടിന്റെ ഭാഗമായി. അപകടാവസ്ഥയിലായ മമ്പറം പാലത്തിന് പകരം നിർമ്മിച്ച പുതിയ പാലം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. വേങ്ങാട് പെരളശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം. പണി പൂർത്തീകരിച്ചത് 13 കോടിയിലധികം രൂപ ചെലവിൽ.
കാസർഗോഡ് വിഷം കലർന്ന ഐസ്ക്രീം കഴിച്ച് മകനും സഹോദരിയും മരിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാഞ്ഞങ്ങാട് സ്വദേശി വർഷയെ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് നടപടി. കാസർഗോഡ് നീലേശ്വരത്ത് ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. കിഴക്കൻ കോവൽ സ്വദേശി ചന്ദ്രൻ മാരാർ, മരുമകൾ അഞ്ചു എന്നിവരാണ് മരിച്ചത്. കൊഴുതിൽ ഭാഗത്ത് വെച്ച് റെയിൽ പാളം മുറിച്ചു കിടക്കുമ്പോൾ അബദ്ധത്തിൽ ട്രെയിൻ തട്ടുകയായിരുന്നു. എന്റർടൈൻമെന്റ് ന്യൂസ്. ദൃശ്യം സിനിമയുടെ 3ാം ഭാഗത്തിനുള്ള ക്ലൈമാക്സ് തയ്യാറായി കഴിഞ്ഞെന്ന് സംവിധായകൻ ജീത്തു ജോസഫ്. മോഹൻലാലുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. കഥ കൂടി തയ്യാറായാൽ 3 വർഷത്തിനുള്ളിൽ ദൃശ്യം 3 യാഥാർത്ഥ്യമാകുമെന്നും ജീത്തു ജോസഫ്. മെമ്പർ രമേശൻ 9ാം വാർഡ് എന്ന ചിത്രത്തിലെ സോങ് ടീസർ റിലീസ് ചെയ്തു. അർജുൻ അശോകൻ, ഗായത്രി അശോക്, ചെമ്പൻ വിനോദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു. കൈലാസാണ് സംഗീതം. ശക്തി സൗന്ദരരാജൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം ടെഡിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ആരെയും സയേഷയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഡി ഇമ്മനാണ് സംഗീതം. OBE out of body experience. ഹൈദരാബാദിലെ ജനപ്രിയ ഭക്ഷണമായ നാൻകി റൊട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് റൊട്ടിയിൽ തുപ്പുന്നുവെന്ന പ്രചാരണം വ്യാജം. നമ്പള്ളിയിലെ റെഡ് റോഡ് പാലസിലേത് എന്നാണ് പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ് മീററ്റിലെ അരോമ ഗാർഡനിൽ നടന്ന സംഭവമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. കോവിഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിനെ വിലക്കിയതായി പ്രചാരണം. സത്യാവസ്ഥയിലേക്ക്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്നുള്ള മരണങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ നിന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ വിലക്കിയെന്നാണ് വാർത്ത പ്രചരിക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇത്തരം വിവരങ്ങൾ സർക്കാർ മറച്ചുവെക്കുന്നുവെന്നും ഇത്തരം വിവരങ്ങൾ വാർത്തകളിൽ കാണാനാകില്ല എന്നിങ്ങനെയാണ് പ്രചരിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് വക്താവ് വ്യക്തമാക്കി. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ഒന്നടങ്കം നിരീക്ഷിക്കുന്നുണ്ടെന്നും വാക്സിനേഷൻ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുമെന്നും ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യെല്ലോ കാർഡ് സ്കീമിലൂടെ ഓരോ ആരോഗ്യ പ്രവർത്തകനും വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാമെന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. രാഹുൽ ഗാന്ധിയെ സെൻഷർ ചെയ്യാൻ BJP പ്രമേയം. ബീഹാർ നിയമസഭയിൽ BJP പ്രമേയം അവതരിപ്പിച്ചു. കേരള സന്ദർശനത്തിനിടെ ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ചതിനെതിരെയാണ് നോട്ടീസ്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിന്റെ ഭാഗമാകാൻ പിന്തുണ തേടി അമേരിക്ക. കൌൺസിലേക്കുള്ള 2022-24 ടീമിലേക്ക് പ്രവേശിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകും. അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് അംഗരാജ്യങ്ങളോട് അപേക്ഷിച്ച് US സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. അമേരിക്ക കൌൺസിലിൽ നിന്ന് പിൻവാങ്ങിയത് ട്രംപിന്റെ ഭരണകാലത്ത്. കോവിഡ് വ്യാപനം രൂക്ഷമായ 10 സംസ്ഥാനങ്ങളിലേക്ക് ഉന്നതതല സംഘത്തെ അയച്ച് കേന്ദ്ര സർക്കാർ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് സംഘത്തെ അയച്ചത്. സംസ്ഥാനങ്ങളിലെ രോഗവ്യാപന സാഹചര്യം വിലയിരുത്തും. ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഓരോ ടീമിനെയും നയിക്കുന്നത്. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ പശ്ചിമബംഗാൾ BJP നേതാവ് രാകേഷ് സിംഗിനെ കൊൽക്കത്ത അലിപ്പോരെ കോടതിയിൽ ഹാജരാക്കി. BJP യുവ നേതാവ് പമീല ഗോസ്വാമിയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിലാണ് ഇന്നലെ പിടിയിലായത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് നൽകാനായ CCTV ദൃശ്യങ്ങളുടെ പകർപ്പെടുക്കുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിലാണ് നടപടി. അടച്ചിട്ട മുറിയിൽ മജിസ്ട്രേറ്റിന്റെയും ഇരുഭാഗം അഭിഭാഷകരുടെയും സാന്നിധ്യത്തിലാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. അടുത്ത ഘട്ട ന്യൂസ് 5:00. Number 1 Election Channel 24.